നമസ്കാരം. രാജ്യത്തെ നീതിന്യായ ചരിത്രത്തിൽ ആദ്യമായി ഒരു രാഷ്ട്രീയ പാർട്ടിയെ പ്രതിപട്ടികയിൽ ചേർത്തിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ദില്ലി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് റോസ് അവന്യൂ കോടതിയിൽ സമർപ്പിച്ച അധിക കുറ്റപത്രത്തിലാണ് ആം ആദ്മി പാർട്ടിയെയും പാർട്ടിയുടെ ദേശീയ കൺവീനറും ദില്ലി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേസിൽ അറസ്റ്റിലായ കെജ്രിവാൾ നിലവിൽ സുപ്രീം കോടതിയിൽ നിന്നും ഇടക്കാല ജാമ്യം നേടി പുറത്തുണ്ട്. INDA എന്ന മുന്നണിയുടെ ഭാഗം ആം ആദ്മി പാർട്ടിയും കെജ്രിവാളും ഇപ്പോൾ പ്രചരണത്തിന്റെ തിരക്കുകളിൽ തന്നെയാണ്. പക്ഷേ ഇതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ നീതിന്യായ ചരിത്രത്തിൽ പലവട്ടം പല രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കൾ അല്ലെങ്കിൽ ഉന്നത സ്ഥാനത്തുണ്ടായിരുന്നവരൊക്കെയും പ്രതിപട്ടികയിൽ വന്നിട്ടുണ്ട്, ശിക്ഷ അനുഭവിച്ച ആളുകളുണ്ട്. പക്ഷേ ഒരു പാർട്ടി തന്നെ ആദ്യമായിട്ടായിരിക്കാം ഒരുപക്ഷെ ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ ഇത്തരത്തിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെടുന്നത്. കുറ്റപത്രത്തിൽ ആം ആദ്മി പാർട്ടിയെ കമ്പനി എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരാമർശിച്ചിരിക്കുന്നത്. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് പ്രകാരം കമ്പനി ചെയ്ത കുറ്റത്തിൽ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി ചെയ്ത ഈ കുറ്റത്തിൽ മുഖ്യമന്ത്രി പദവി ദുരുപയോഗം ചെയ്ത അരവിന്ദ് കെജ്രിവാൾ ആണ് മുഖ്യ ഗൂഢാലോചകൻ എന്നുകൂടി പരാമർശിക്കുന്നുണ്ട്. മദ്യനയവുമായി ബന്ധപ്പെട്ട അഴിമതിയുടെ മുഖ്യ ഉപഭോക്താവ് ആം ആദ്മി പാർട്ടിയാണ് എന്നും ഇപ്രകാരം ലഭിച്ച 100 കോടി രൂപയിൽ 45 കോടി രൂപ ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന് ഉപയോഗിച്ചിട്ടുണ്ട് എന്നും ഇതിന്റെ ഒരേ ഒരു ഉത്തരവാദി പാർട്ടിയുടെ ദേശീയ കൺവീനർ കൂടിയായ അരവിന്ദ് കെജ്രിവാൾ ആണ് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ അധിക കുറ്റപത്രത്തിൽ വിശദീകരിച്ചിരിക്കുന്നത്. മദ്യനയ കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ ഇടപാട് അന്വേഷിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ സമർപ്പിക്കുന്ന 8ാമത്തെ കുറ്റപത്രമാണിത്. ആദ്യ കുറ്റപത്രത്തിൽ തന്നെ പേര് പരാമർശിക്കപ്പെട്ട മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ കഴിഞ്ഞ മാർച്ച് 21-ാം തീയതിയായിരുന്നു അറസ്റ്റ് ചെയ്തത്. എന്തായാലും ഭരണകക്ഷി എന്ന നിലയിൽ സർക്കാരിന്റെ മദ്യനയവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയെങ്കിൽ ആം ആദ്മി പാർട്ടിയെ എന്തുകൊണ്ട് കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തുന്നില്ല എന്ന ചോദ്യം ഒക്ടോബറിൽ സുപ്രീം കോടതി ആരാഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയെ കേസിൽ കൊടുക്കാൻ ഉദ്ദേശിച്ചല്ല, മറിച്ച് നിയമപരമായ ഒരു ചോദ്യം ഉന്നയിക്കുക മാത്രമാണ് ചെയ്തത് എന്നായിരുന്നു തൊട്ടടുത്ത ദിവസം ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്നയും SV ഭാട്ടിയും ഉൾപ്പെട്ട ബെഞ്ച് വിശദീകരിച്ചത്. കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരായ ഹർജി തള്ളിയ ദില്ലി ഹൈക്കോടതി ആവട്ടെ ഒരു പടി കൂടി കടന്നുകൊണ്ട് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം അല്ലെങ്കിൽ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടിന്റെ പരിധിയിൽ രാഷ്ട്രീയ കക്ഷികളെയും ഉൾപ്പെടുത്താമെന്നുകൂടി വ്യക്തമാക്കി. ഒരു രാഷ്ട്രീയ കക്ഷി എന്നാൽ വ്യക്തികളുടെ കൂട്ടായ്മ എന്നാണ് ജനപ്രാതിനിധ്യ നിയമത്തിലുള്ള നിർവചനം. PMLA 70-ാം വകുപ്പിന്റെ 1-ാം വിശദീകരണ പ്രകാരം കമ്പനിയുടെ നിർവചനവും ഇതുതന്നെയാണ് എന്നാണ് ജസ്റ്റിസ് സ്വർണകാന്ത ശർമ്മ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയത്. അഴിമതി കേസിൽ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഉൾപ്പെടുത്തപ്പെട്ട നടപടി ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് കടുത്ത ആഘാതമാകും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ പുതിയ സാഹചര്യത്തിൽ ആം ആദ്മി പാർട്ടിയുടെ അംഗീകാരം റദ്ദാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെടാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് സാധിക്കും. ദില്ലിയിലെ പാർട്ടിയുടെ ആസ്ഥാനം ഉൾപ്പെട്ട പാർട്ടി സ്വത്തുക്കൾ കണ്ടുകെട്ടാനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഇതിലൂടെ സാധിക്കും. എന്തായാലും നീതിന്യായ ചരിത്രത്തിൽ തന്നെ ആദ്യമായി അത്തരത്തിലുള്ള ഒരു ബഹുമതി നേടിയെടുത്തിരിക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ്. അഴിമതി വിരുദ്ധ പ്രക്ഷോഭത്തിലൂടെ ഉദയം ചെയ്ത തങ്ങളുടെ കയ്യിലുള്ള ഈ ചൂലുകൊണ്ട് രാജ്യത്തെ അഴിമതി മുഴുവൻ തുടച്ച് നീക്കപ്പെടും എന്ന് അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്ന ആം ആദ്മി പാർട്ടി തന്നെയാണ് ഇപ്പോൾ നീതിന്യായ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഈ അഴിമതി കേസിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട ഒരു പാർട്ടിയായി മാറിയിരിക്കുന്നത്. ഇപ്പോൾ പ്രതിപട്ടികയിൽ ആം ആദ്മി പാർട്ടിയാണ് എങ്കിൽ അടുത്ത സാധ്യതയുള്ളത് ദക്ഷിണേന്ത്യയിലുള്ള പ്രമുഖ ദ്രാവിഡ പാർട്ടിയായ DMKക്ക് തന്നെയാണ്. ED നടപടികളിലൂടെ അകത്തായ മന്ത്രിമാരൊന്നും ഇപ്പോഴും പുറത്തിറങ്ങിയിട്ടില്ല. DMK ഫയൽസ് ഒരിക്കൽ കൂടി തുറന്നാൽ രാജ്യത്തെ നീതിന്യായ ചരിത്രത്തിൽ 2ാമതായി പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട രാഷ്ട്രീയ കക്ഷി എന്ന ബഹുമതി DMKക്കും സ്വന്തമാക്കാം.